സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ. 1.5 വയസ്സ് വരെ അവന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് അച്ഛ അമ്മ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിളിക്ക് ടാറ്റ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും സംസാരം ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. നമ്മുടെ മൈൻഡ് അങ്ങ് ബ്ലാങ്ക് ആയി പോവുക. എനിക്കുണ്ടായത് ഒരു ഇത് ഇനി മുമ്പോട്ട് എന്ത് ചെയ്യും, ഇത് മാറുമോ? നല്ല കെയർ കൊടുത്ത് നമ്മൾ എത്രമാത്രം കെയർ കൊടുത്ത് എന്ത് ചെയ്തിട്ട് വേണം എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ള മൈൻഡിലോട്ടായി. ഓക്കെ, സോ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഷൈൻദവിൻ്റെ പേരൻസ് ആണ്. ഷൈൻദവ് എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ആയിട്ടായിരുന്നു നമ്മുടെ അടുത്തോട്ട് വന്നത്. സോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറയേണ്ട ഒരു കാര്യം, ഇടുക്കിയിൽ നിന്ന് ഇവിടെ കോട്ടയം കഞ്ഞിക്കുഴി വരെ പേരൻസ് അത്രയും എഫേർട്ട് എടുത്തിട്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ടുവന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ എപ്പോഴും അക്നോളജ് ചെയ്യുന്ന കാര്യം, മാം പ്രഗ്നൻ്റ് ആണ്. ആൻഡ് ഇൻ സ്പൈറ്റ് ഓഫ് ആ ഡിഫിക്കൽട്ടീസ്, സാറ് വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ആ ഒരു ഡിഫിക്കൽട്ടീസ് എല്ലാം കൂടി മാറ്റി വെച്ച് കുഞ്ഞിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ അത്രയും പോസിറ്റീവായിട്ട് പേരൻസിന് മുന്നോട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി കുഞ്ഞിനെ കൊണ്ടുവന്നതാണ്. ആൻഡ് ഐ തിങ്ക് ആ ആഗ്രഹം ഭയങ്കര പോസിറ്റീവായിട്ട് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അത് കുഞ്ഞിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. സോ എങ്ങനെയായിരുന്നു ഈ ഡെവലപ്മെൻറ്റ് ജേർണി എന്നുള്ളത് നമുക്ക് പേരൻസിനോട് ചോദിച്ചറിയാം. ഓക്കെ, സോ സാർ ആക്ച്വലി ശ്രവണെ കുറിച്ചിട്ട് ആദ്യം എങ്ങനെയായിരുന്നു സാർ അറിഞ്ഞത്? അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ആദ്യം ശ്രവണയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാനിങ്ങനെ കണ്ടിരുന്നു. അത് കണ്ട സമയത്ത് ഞാൻ കൊച്ചിനിങ്ങനെ പ്രശ്നമുണ്ടെന്നോ അങ്ങനെയൊന്നും അറിയുന്നില്ല, നോർമലായിട്ട് നോക്കി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ആദർശമായിട്ട് ഇങ്ങനെ കൊച്ചിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് ഞങ്ങൾ എവിടെ കൊണ്ടുചെല്ലണം എന്നുള്ളത് സെർച്ച് ചെയ്ത് യാദർശ്യമായിട്ട് ഞാനിങ്ങനെ ഇത് ഓർക്കുക ശ്രവണ എന്നുള്ളത്. അങ്ങനെ ശ്രവണ ഫേസ്ബുക്കിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ എനിക്ക് എൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്ന ഈ സ്പീച്ച് തെറാപ്പി അതുപോലെ ഒക്കേഷണൽ തെറാപ്പി ബിഹേവിയറൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പിന്നെ അങ്ങനെ സെർച്ച് ചെയ്ത് നമ്പർ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവിടെ റിസപ്ഷനിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ മാഡത്തിൻ്റെ നമ്പർ തന്നു. അങ്ങനെ മാഡമായിട്ട് സംസാരിക്കുന്നത്. അത് ശരി, ഓക്കെ. അപ്പോൾ മാഡത്തിന് ആദ്യം കുഞ്ഞിനൊരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയോ മോന്? ആദ്യ ഭാഗത്ത് അങ്ങനെ ഒരു 1.5 വയസ്സ് വരെ അവന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് അച്ഛ അമ്മ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിളിക്ക് ടാറ്റ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞ് കുറച്ച് വീഡിയോയിലോട്ടും അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവന് ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്. വീണ്ടും അവൻ്റെ വളർച്ച അനുസരിച്ച് ഇച്ചിരി സംസാരം ഒതുങ്ങി വന്നു. അപ്പം അത് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും സംസാരം ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. 2 വയസ്സുള്ളൊരു കുഞ്ഞ് സംസാരിക്കുന്നത് വെച്ച് നമുക്ക് താരതമ്യപ്പെടുത്തിയപ്പോൾ ഒരു ഇച്ചിരി കുറവാന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് കാണിക്കണമെന്ന് തോന്നി. അത് ശരി. അപ്പോൾ സാർ അവിടെ ഹോസ്പിറ്റൽ സെക്ടറിലല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അവിടെ പീഡിയാട്രീഷ്യൻസിനെ കാണിച്ചായിരുന്നോ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുണ്ട്? അവിടെ 2 പീഡിയാട്രീഷ്യൻ ഉണ്ട്. രണ്ടുപേരെ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 2 രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ കൊച്ചിനെ കാണിച്ചില്ല, ഞാൻ വിവരം പറഞ്ഞതേ ഉള്ളായിരുന്നു 2 പീഡിയാട്രീഷ്യൻ്റെ അടുത്തും. അപ്പം ഒരു ഒമർ സാർ ഉണ്ടായിരുന്നു. ഒമർ സാറ് പറഞ്ഞത് ഒരു 3 വയസ്സ് വരെ വെയിറ്റ് ചെയ്യും. 3 വയസ്സ് ചിലപ്പം നാക്കിൻ്റെ കെട്ട് വീണതൊക്കെ ആവാം, അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞു. പിന്നെ ഒരു അനുമേടം ഉണ്ടായിരുന്നു. അനുമേടം പറഞ്ഞ് അങ്ങനെ ഇതുണ്ടെങ്കിൽ എത്രയും വേഗം കാണിക്കണം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിലും എന്നാൽ 3 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ സന്ധ്യ പിന്നെ മുണ്ടക്കയത്ത് വേറൊരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊച്ചിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എവിടെയെങ്കിലും കാണിക്കണമെന്നുള്ള ഇതിൽ സജസ്റ്റ് ചെയ്തു. ഓക്കെ, ഐ സി. ഓക്കെ, അപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ കാണിച്ചു. ആൻഡ് ഐ തിങ്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡയഗ്നോസിസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞിന് ബിഹേവിയറൽ പ്രോബ്ലം അറ്റ് ദ സെയിം ടൈം സ്പീച്ചും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞു. ഓക്കെ, കുഞ്ഞിനൊരു ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഓക്കെ മാതാപിതാക്കളായ നിങ്ങൾക്ക് എന്തായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്ന ആ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? ആദ്യത്തെ ചിന്ത നമുക്കത് എന്താണെന്നത് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് മനസ്സിൽ നമുക്ക് വെളിയിൽ അതിൻ്റെ ഇത് നമുക്ക് എന്താ പറയേണ്ടതെന്ന് നമുക്കറിയത്തില്ല.
എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് അങ്ങ് ബ്ലാങ്ക് ആയി പോവുക. എനിക്കുണ്ടായത് ഒരു ഇനി മുമ്പോട്ട് എന്ത് ചെയ്യും, ഇത് മാറുമോ, പിന്നെ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുമോ. അത് പല ഡോക്ടേഴ്സ് പല രീതിയിലാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആവുക. ഇന്നിപ്പം പിന്നെ എന്താണ് പ്രശ്നമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് കിട്ടുന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ തന്നെ കുറച്ച് ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ബുദ്ധിപരമായിട്ട് നമുക്കങ്ങനെ വേറെ പ്രശ്നമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒന്ന് കഴിയുമ്പോഴത്തേക്കും അവരെന്ത് പറയും, വല്ല പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയും പിന്നെ ആകെ ഒരു മൈൻഡ് ഒരു പ്രശ്നമായിരുന്നു. സോ ഐ തിങ്ക് മാമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് അല്ലേ ഷൈൻദേവ്? അപ്പോൾ മാം ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എടുത്തുകൊണ്ട് നടക്കുക, കൊഞ്ചിപ്പിക്കുക, ലാളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ടി കുഞ്ഞിനുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്ത് ഡിഫറൻസ് ആയിരുന്നു മാമിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്? എങ്ങനെയായിരുന്നു മാമിൻ്റെ അപ്രോച്ച് കുഞ്ഞിനോട് അത് കഴിഞ്ഞിട്ട്? ഞാൻ ആദ്യമൊക്കെ ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ. പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ബിഹേവിയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, സ്പീച്ചിൻ്റെ ഇല്ലാണ്ട് കുറച്ച് ഭാഗം നമ്മളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാന്ന് പറഞ്ഞാൽ പോലും കറക്റ്റായ ഒരു അസസ്മെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്, പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ അതിന് എന്താ പറയുക, പിന്നെ അവനെ ശരിക്കും ഒന്ന് ഒരിടത്തോട്ട് നടത്തിപ്പോലും കൊണ്ടുപോകാൻ തോന്നത്തില്ല. അതുപോലെ നല്ല കെയർ കൊടുത്ത് നമ്മൾ എത്രമാത്രം കെയർ കൊടുത്ത് എന്ത് ചെയ്തിട്ട് വേണം എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ള മൈൻഡിലോട്ടായി. അത് എത്ര ത്യാഗമാണ് അതിനുവേണ്ടി സഹിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്, കുഞ്ഞിൻ്റെ വയറ്റിലുണ്ട്. അന്ന് പോലും അതിലപ്പുറം എന്താ പറയുക, അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് സൈന്ധവനെ എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുത്താൽ മാത്രമേ അത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഇത് എൻ്റെ ഉള്ളിൽ വന്നു. വേറൊന്നുമല്ല, അവൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാക്കി അവനെ മാറ്റണം, എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കണം. എന്ന് വെച്ചാൽ അവന് 2.5 വയസ്സാ കഴിഞ്ഞതേ ഉള്ളൂ. ആ ഒരു ഇതിൽ അവനെ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആകുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടാണ് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത്. ഓക്കെ സോ ഐ തിങ്ക് മാഡത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് എനിക്ക് കുഞ്ഞിൻ്റെ ലൈഫിൽ വലിയൊരു ഡിഫറൻസാണ് ക്രിയേറ്റ് ചെയ്തത്. ബിക്കോസ് മാതാപിതാക്കളുടെ ഓരോ ചിന്തകളും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അതുപോലെ തന്നെ പതിക്കുമെന്നാണ് കുറേ പ്രൊഫസേഴ്സും അതുപോലെ തന്നെ കുറേ റിസർച്ചേഴ്സും അതുപോലെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സോ നമുക്ക് ഇപ്പോൾ സാറിന് അറിയാം, മാഡത്തിന് അറിയാം, ഇടുക്കി തൊട്ട് കോട്ടയം എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് നിസ്സാര ഒരു ഡിസ്റ്റൻസ് അല്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫിക്കൽട്ടി ഇത് ചെയ്തിട്ട് അവിടെ നിന്നോട്ട് ഇവിടെ വരെ വരാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്? അത് ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം, എനിക്കിവിടെ ഞാനിവിടെ നിന്ന് പഠിച്ചതെല്ലാം കോട്ടയമായിരുന്നു. അപ്പം പഠിച്ചതും പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഇവിടെ തന്നെയായിരുന്നു, കോട്ടയം ബേസ്ഡ് ആയിരുന്നു. അപ്പം മാക്സിമം ഒത്തിരി ദൂരോട്ട് പോകാതെ കൊണ്ട് ഞങ്ങൾ ആദ്യം നമ്മുടെ ഇവിടെ കോട്ടയം തന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിരുന്നു. കാണിച്ചു കഴിഞ്ഞാൽ അവർ അസസ്മെൻ്റ് എല്ലാം എടുത്തു. അസസ്മെൻ്റ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇവർ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതായതുകൊണ്ട് അവർ ഇടുക്കിയായിട്ട് ബന്ധപ്പെടുന്നതാണ് നല്ലതെന്നുള്ള ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടുക്കിയിൽ പോകുന്നത് നമുക്ക് വണ്ടിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കോട്ടയം വരണമെങ്കിൽ എപ്പോഴും 15 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ മുണ്ടക്കെ മെഡിക്കൽ ട്രസ്റ്റിലുള്ളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്. പിന്നെ മേഡം എൻ്റെ അടുക്കെ പറഞ്ഞു, മേഡത്തിന് ഇത് കണ്ടിട്ട് ഇങ്ങനെ യാദൃശ്യമായിട്ട് വിളിച്ച് പരിചയപ്പെട്ടാണ്. ആ മേഡം ഇപ്പോൾ ഇതിങ്ങനെ ശ്രവണയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്രവണ കാഞ്ഞിരപ്പള്ളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ശ്രവണ അടിച്ചു കഴിഞ്ഞപ്പോൾ കോട്ടയം കണ്ടത്, ഫേസ്ബുക്കിലൊക്കെ കോട്ടയത്തിൻ്റെ ഇത് കണ്ടത്, അങ്ങനെയാണ്. അതെ സോ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ, മേരി ക്വീൻ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് വേരിയസ് ബ്രാഞ്ചസ് ഉണ്ട്. സോ അതിൻ്റെ ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഷൈൻദേവിൻ്റെ ആ ഒരു ജേർണി തുടങ്ങിയപ്പോൾ, തെറപ്പി ജേർണി തുടങ്ങിയപ്പോഴത്തേക്കും
വരുമ്പോഴത്തേക്കും ഇവിടുന്ന് കിട്ടിയ ഇൻപുട്സ് എങ്ങനെയായിരുന്നു വീട്ടിൽ മാഡത്തിനും സാറിനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്? അതായത് മാഡം ആദ്യത്തെ ഇവിടെ അസസ്മെൻ്റ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ മറ്റേ സൂസൻ മാഡത്തിൻ്റെ അടുത്താണ് ചെല്ലാൻ പറയുന്നത്. സൂസൻ മാഡത്തിൻ്റെ അടുത്ത് ചെന്ന് മാഡം കണ്ടു, കാര്യങ്ങളെല്ലാം കൊച്ചിനെ എല്ലാം നോക്കിയിട്ട് മാഡം പറഞ്ഞു, ഇവന് ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രശ്നവും എൻ്റെ നോട്ടത്തിൽ കാണുന്നില്ല, കുറച്ച് പിരിപിരിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ, നമുക്കിവിടെ മാറ്റിയെടുക്കാം. അങ്ങനെ ഞങ്ങൾ പിന്നെ ക്ലാസ്സിന് വരാൻ മാഡത്തിനെ വിളിച്ച് സംസാരിക്കുന്നു, ക്ലാസ്സിന് വരാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആദ്യം പറയുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾസ് വെച്ചുള്ള എക്സസൈസാണ്. അതിൽ തന്നെ അവൻ സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ കളറൊക്കെ ഇച്ചിരി പയ്യെ അവന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ അവൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. ഓക്കെ ഓക്കെ. സൂസൻ മാമിനോട് സംസാരിച്ചിട്ട് എന്താ തോന്നിയത്? മേഡത്തിനോട് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. മേഡത്തിൻ്റെ സംസാരത്തിലാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയത്. മേഡത്തിന്റെ സംസാരത്തിലും കിട്ടിയിട്ടുണ്ട്, ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേഡത്തിൽ നിന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ആദ്യം ഞാൻ കാണുന്നത് സൂസൻ മേഡത്തിനെ. അപ്പം എന്തായാലും എന്നെ പറഞ്ഞ് ക്ഷമിക്കണമെന്നൊന്നും വേണ്ട, ഒരു വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കേണ്ട, ശരിയാക്കി ഒരു എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് 2 മാസം കൊണ്ട് അവൻ ഇതെല്ലാം മാറി നല്ല ഇരുന്ന് സംസാരിക്കാനെല്ലാം തുടങ്ങിക്കോളും എന്നാണ്. അതൊരു 90% വരെ സത്യമാണെന്ന് പറയാം. 2 മാസം കൊണ്ട് അവൻ എൻ്റെ ഇതിൽ നല്ലൊരു പുരോഗതിയാണ് കാണുന്നത്. 2 മാസം വന്നപ്പോൾ തന്നെ ഇവിടെ ഓരോ സ്പീച്ചിൻ്റെ വേണമാണെങ്കിലും ബിഹേവിയറിൻ്റെ വേണമാണെങ്കിലും ശതമാനമൊക്കെ ഒരേ ഇതും ചെയ്യണം, വീട്ടിൽ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ എൻ്റെ ഡൗട്ടുകൾ ഓരോന്ന് ചോദിക്കും, അതങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറയും. ഇന്ന പോലെ അവനെ കളിക്കാൻ ഓരോ കളികളൊക്കെ ചെയ്തതും ഒക്കെ പറയുമ്പോഴത്തേക്ക് സ്പീച്ചിൻ്റെ മേഡമാണെങ്കിലും അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞുതരും. അവനെ അങ്ങനെ അവനോട് അങ്ങനെ ചോദ്യം ചെയ്ത് ഇതാക്കരുത്. അങ്ങനെയൊക്കെ ഓരോ കാര്യം ഇങ്ങോട്ട് അഡ്വൈസ് തരും. ആ കളിയിൽ എന്ത് മാറ്റം വരുത്തണം, അപ്പം അവൻ എങ്ങനെ അത് മനസ്സിലാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളപ്പോൾ ചെറിയ കാര്യങ്ങൾ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിലെന്തെങ്കിലും മാറ്റം വരണമെന്ന് ചോദിക്കുമ്പോൾ അവരതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നു അതുപോലെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ സൈന്ദവിൻ്റെ അച്ഛൻ അതുപോലെ തന്നെ മെനക്കെട്ടിരുന്ന് എൻ്റെ അമ്മയുടെ മെനക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാന്ന് വെച്ചാൽ വീട്ടിൽ അതുപോലത്തെ ഒരു അവസ്ഥയുണ്ട്. അമ്മാവൻ വയ്യാതെ കിടക്കുന്നുണ്ട്. വയ്യാതെ കിടക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കിടപ്പല്ല, ഇച്ചിരി ഡേഞ്ചറാണ്. അതും ഇതുമെല്ലാം ഒരുപോലെ അമ്മയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകണം. ഇപ്പം സൈന്ധവിനെ സംബന്ധിച്ച് അമ്മയോടാണ് കുറച്ചുകൂടെ കൂടുതൽ അടുപ്പമുണ്ട്. പെട്ടെന്നുള്ള അടുപ്പം നേരത്തെ ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പം ഫുൾ ടൈം അമ്മയുടെ അടുത്താണ്. അയ്യോടാ, ശരി. നമുക്ക് എങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയാലും സൈന്ധവ് കൂടെ ഇറങ്ങുക. ഐ തിങ്ക് നിങ്ങളുടെ മെയിൻ ഒരു വെർച്യു എന്ന് പറയുന്നത് ആ ജോയിൻറ്റ് ഫാമിലിയിൽ നിൽക്കുക എന്നത് തന്നെയാണ്. ബിക്കോസ് മാഡത്തിന് എന്തൊരു ഡിഫിക്കൽട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും സാറിന് ഡിഫിക്കൽട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഒരു അമ്മയ്ക്കും അമ്മാവിനും ഡിഫിക്കൽട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബോണ്ടിങ് ആ ഫാമിലിയിലുള്ള കാരണം കൊണ്ട് തന്നെ അവിടെ വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ട്. ഓക്കെ. ആൻഡ് ഷൈന്ധവിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഓരോ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കാണുന്നത് അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻസ്പിറേഷനാണ് കുഞ്ഞിന്. ഓക്കെ. ആൻഡ് അത് ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓഫ് കോഴ്സ് കരച്ചിലുണ്ട്, ആളുടെ ആ ഒരു ടാൻട്രംസ് ഉണ്ട്. പക്ഷെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ആ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതും ആ ഒരു നല്ല പോസിറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്നതും ബിക്കോസ് വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് തന്നെയാണ്. ഓക്കെ. പലപ്പോഴും പല കുഞ്ഞുങ്ങളിലും ഞങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ജോയിൻറ്റ് ഫാമിലിയിൽ താമസിക്കുന്ന ഒരു ഇതും വേഴ്സസ് അതല്ലാതെ അവർക്ക് ആ ലോകം കാണാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. ആൻഡ് ലാസ്റ്റ്ലി ശ്രവണയോട് എന്നാ പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക്? ശ്രവണയിലോട്ട് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ സ്പീച്ചും പ്രത്യേകിച്ച് ബിഹേവിയറും അവർ രണ്ട് മേഡംസും അസറ്റാണ്, ഇവിടുത്തെ ഒരു അസറ്റ് തന്നെയാണ്. അതിന് മേളിൽ നമുക്ക് എന്താ പറയേണ്ടത് അറിയത്തില്ല. അത് മാത്രമല്ല മറ്റുള്ള ടീച്ചേഴ്സിനോട് നമ്മളങ്ങനെ സംസാരിച്ചിട്ടില്ല.
അവരോട് നമ്മളോട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൊച്ചിന് പറയേണ്ടത് കൊച്ചിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചു കരയുമ്പോഴൊക്കെ ആണെങ്കിലും വിളിച്ച് ഞങ്ങൾക്ക് അകത്ത് കയറുമ്പോഴേ നേരിട്ട് കണ്ട് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ചില പ്രത്യേകിച്ച് സ്പീച്ച് ബിഹേവിയർ 2 മാഡംസും ഇവിടുത്തെ ഒരു അസറ്റ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബിക്കോസ് ഒരേ തെറപ്പിസ്റ്റിനെ എടുക്കുമ്പോഴത്തേക്കും പിന്നെ മാഡം എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പം നമ്മുടെ ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം പോലെ എന്ത് പ്രശ്നമാണോ അതുപോലെ ഇരിക്കും മറ്റുള്ള കാര്യങ്ങൾ. ബാക്കി ഈശ്വരനെ വിട്ടു കൊടുക്കുക, ഇവിടുന്ന് പറയുന്ന എക്സസൈസ് ക്ലിയർ ആയിട്ട് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം പ്രശ്നം ഉള്ള പിന്നെ സ്റ്റുഡൻസ് പിള്ളേർക്ക് അത് മാറുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് മാതാപിതാക്കൾ കാണും. ഓക്കെ, ആ മാതാപിതാക്കളോടൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പിള്ളേരുടെ കൂടെ നിൽക്കുക, വർക്ക് ചെയ്യുക. ഇത് പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ശ്രവണ പോലെയുള്ള ഇപ്പോൾ കോട്ടയം ആണെങ്കിൽ അടുത്ത ശ്രവണ, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഇതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് കാണിക്കുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്നപ്പം കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞത് ഇച്ചിരി പ്രായത്തിൻ്റെ ആ ഒരു കുറവ് വരുന്ന കാണുന്നത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും നമ്മുടെ കുഞ്ഞിനെ ഏത് വയസ്സിലാണ് നിൽക്കുന്നതെന്ന് നമ്മുടെ അടുത്ത് ഇവിടെ അസിസ്റ്റന്റിൻ്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ആ പ്രായത്തിൽ എങ്ങനെയാണോ അവരോട് പെരുമാറേണ്ടത് ആ രീതിയിലേ നമ്മൾ പെരുമാറുള്ളൂ. ഇപ്പം 5 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിലേ അവർക്ക് 5 വയസ്സുള്ളൂ. ശരിക്കും അവർക്ക് 5 വയസ്സ് കാണില്ലായിരിക്കും. അവരുടെ ആ ഒരു ഇതിൽ 5 വയസ്സില്ലായിരിക്കും. അപ്പോൾ ശരിക്കും 2 വയസ്സോ 3 വയസ്സോ ഉണ്ടെങ്കിൽ ആ 3 വയസ്സിൽ എങ്ങനെയാണോ അവരോട് പെരുമാറേണ്ടത് ആ രീതിയിലേ നമ്മൾ അവരോട് പെരുമാറുള്ളൂ. ആ രീതിയിലേ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. ഒരിക്കലും 5 വയസ്സുള്ള കുഞ്ഞ് ഇന്നത് ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ടെൻഷനാകുമോ അവരെ വഴക്ക് പറയാൻ നിൽക്കുമോ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ കുഞ്ഞ് അത്രേ പ്രായത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ഇതിൽ ഒരു എത്രയും പെട്ടെന്ന് നമ്മൾ അവൻ്റെ നിലവിലുള്ള പ്രായം എത്രയാണോ അതിലോട്ട് നമ്മൾ എത്തിപ്പിക്കുക. അതാണ് നമ്മൾ കൂടുതൽ അതിനുവേണ്ടി പ്രയത്നിക്കണം. പിന്നെ ഒരു കാര്യം പിന്നെ പാരൻസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരു കാരണവശാലും പിള്ളേരെ നമ്മൾ തമാശയ്ക്ക് പോലും ഇങ്ങനെ കളിയാക്കരുത്. ഇങ്ങനൊരു പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുകയാണെങ്കിൽ അത് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്. അവരെ ഒരു പ്രശ്നമല്ല, അവർക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ അവർ മനസ്സിലാക്കട്ടെ. അല്ല നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് കളിയാക്കുവോ മാക്സിമം സഹതാപം ഫീൽ ചെയ്യിപ്പിക്കുവോ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കണ്ണിന് ഒരു ചെറിയൊരു കാഴ്ചയ്ക്ക് കുറവുണ്ട്. പക്ഷേ എനിക്കത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു സഹതാപം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മറ്റുള്ളവരും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ്സ് വണ്ടർഫുൾ. ഒരു ഡിഫിക്കൽട്ടി ഉള്ളപ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രശ്നം അറിയത്തുള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ കുഞ്ഞിനെ അറിയുള്ളൂ കുഞ്ഞിനെ എന്നാ കടന്നു പോകുന്നതെന്നുള്ളത്. നമ്മൾ എത്രത്തോളം എങ്ങനെയാന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുഞ്ഞിനെ അറിയുള്ളൂ കുഞ്ഞിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്. താങ്ക് യു സോ മച്ച്. വളരെ ജെന്യുവൻ ഫീഡ്ബാക്ക് തന്നതിന് താങ്ക് യു. ആൻഡ് ഐ തിങ്ക് ഈ ഒരു വീഡിയോ ഒരുപാട് പേരൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സാറിൻ്റെ ഒരു ചെറിയൊരു പാട്ടോട് കൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ സാറ്, പാട്ട്. യെസ്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക ശ്രീയേശുനായക
ശ്രീയേശുനായക. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാഡം. താങ്ക് യു.